of x by minus coefficient of x by coefficient of x square അല്ലേ ഇങ്ങനെ അപ്പോൾ മൈനസ് a1/a0 എന്ന് വരും. ഇനി ഇവിടെ പിന്നെ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ s1 s2 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. s1 പറഞ്ഞാൽ ഈ രണ്ട് എന്താണ് റൂട്ടിന്റെ സമ്മ്, s2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റൂട്ടിന്റെ പ്രോഡക്റ്റ് ആൽഫ 1 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും a2/a0. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, ഫസ്റ്റിൽ മൈനസ് വരും പിന്നെ പ്ലസ്. ഇനി ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ a0x³ പ്ലസ് a1x² പ്ലസ് a2x പ്ലസ് a3 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് റൂട്ട് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 മൂന്ന് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ s1 ഇവിടെ എന്ത് വരും ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 അല്ലേ. അപ്പോൾ എന്ത് വരാം മൈനസ് a1/a0 എന്ന് വരും ആണോ. ഇനി s2 ഇവിടെ എന്താ വരിക പ്രോഡക്റ്റ് ഓഫ് രണ്ടെണ്ണാമത്തെ ടൈമിൽ അല്ലേ. അപ്പോൾ അതായത് സമ്മേഷൻ ആൽഫ 1 ആൽഫ 2 ആണ് s2 അല്ലേ. ആൽഫ 1 ആൽഫ 2 പ്ലസ് ആൽഫ 1 ആൽഫ 3 പ്ലസ് ആൽഫ 2 ആൽഫ 3 ഓക്കെ. രണ്ടെണ്ണാമത്തെ ടൈമിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് സമയം. അപ്പോൾ ഇവിടെ എന്ത് വരും a2/a0 വരും. പിന്നെ ഇവിടെ s3 എന്ത് വരും, ഇവിടെ എത്ര വരെ ഉണ്ടാവും s1 s2 s3 ഉണ്ടാവും. ഓരോന്നിനും സമ്മേ രണ്ടെണ്ണത്തിൻ്റെത് പിന്നെന്താണ് ഈ പ്രോഡക്റ്റ് അല്ലേ ആൽഫ 1 ആൽഫ 2 ആൽഫ 3. ഇനി ഒരു 4 ഡിഗ്രി പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ a0x⁴ a1x³ പ്ലസ് a2x² പ്ലസ് a1x പ്ലസ് a3 a4 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് s1 ഉണ്ടാവും s2 ഉണ്ടാവും s3 ഉണ്ടാവും s4 ഉണ്ടാവും അല്ലേ. ഓക്കെ ഡിഗ്രിക്ക് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് 3/a0 മൈനസ് ഉണ്ടാവും അല്ലേ. ഇവിടെ s1 എന്ത് വരും s1 ഇവിടെ സമം ഇവിടെ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആണെന്നുണ്ടെങ്കിൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ആൽഫ 4. s2 ഇവിടെ സമ്മേഷൻ ആൽഫ 1 ആൽഫ 2 രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടായിരുന്നു ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ഓക്കെ. s4 എന്ത് വരും ഇവിടെ അതിന്റെ പ്രോഡക്റ്റ് ഇവിടെ നാലെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4. ഇത് ജസ്റ്റ് റൊട്ടേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഇത് എന്ത് വരും മൈനസ് a1/a0 a2/a0 മൈനസ് a3/a0 a4/a0. ഇത്രയും നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പക്ഷേ ആദ്യം സെമിനാറിസ്റ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ സെമിനാറിസ്റ്റ് ഉണ്ട് തന്നെ മിസ് ക്യാബിനും ഇല്ല എൻ്റെ സിസ്റ്ററിന്. അപ്പൊ ഞാൻ രാവിലെ തന്നെ ഞാനല്ല നേരിട്ട് പറഞ്ഞത് സെമിനാറിസ്റ്റ് അല്ല അതിൻ്റെ ഇടയിൽ സിലബസ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സോൾ നോട്ട് 9ന്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇന്നലെ നോട്ട് കിട്ടുന്നത് സോൾവ് ദി ഇക്വേഷൻ 3x³ മൈനസ് 16x² പ്ലസ് 23x മൈനസ് 6 ഈക്വൽ ടു 0. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നോട്ട് എഴുതാത്തതുണ്ടെങ്കിൽ കൂടെ വേണമെങ്കിൽ എഴുതി കേട്ടോ. ഒരു കഴിഞ്ഞിട്ട് ഓർമ്മ എഴുതി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ടൈം വരും. പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് പിന്നെ ഫോണിൽ നോക്കി എഴുതിയിട്ടാണ്. ഇനി പ്രിന്റ് മതി, എഴുതിയിട്ടില്ലെങ്കിൽ പ്രിന്റ് മതി. പക്ഷെ ഞാൻ അങ്ങനെ എഴുതിക്കുമല്ലോ. ഈ പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് എഴുതാനാലും പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് എഴുതിക്കും. പിന്നെ എന്താണ് അതിൻ്റെ സ്ഥലം ഇടാൻ പറയും. അപ്പോൾ എത്രയാണോ
ആൽഫ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ബീറ്റ എന്താണ് പ്രോഡക്റ്റ് 1 ആയിരിക്കും. ഓക്കെ, ഇത്ര നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നമ്മളിപ്പോ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഇട്ടത് സോൾവ് ചെയ്യാന്നുള്ളതായിരിക്കും. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ സോൾവ് ഇക്വേഷൻ മേലെ ഉണ്ട്. പിന്നെ മേലെ പോയി ഇതിന് മോഡ്യൂബിൾ ആണല്ലോ അല്ലേ? കേക്കുണ്ടോ? അതിന് ക്ലിയർ ഉണ്ടോ? കേക്കുണ്ട്. എന്താണ് സം ഓഫ് റൂട്ട്സ്? എന്താ ഇവിടെ ഏതാ സം ഓഫ് റൂട്ട്സ് വരിക? മൈനസ് a1 ബൈ a0 അല്ലേ? അപ്പോൾ മൈനസ് a1 എന്ന് പറയുമ്പോൾ മൈനസ് 16 ബൈ a0 എത്ര? 3 16 ബൈ 3 അല്ലേ? അത് കാണാം. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടെണ്ണം അറ്റ് ടൈം ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഇത് a2 ബൈ a0 അല്ലേ? 23 ഡിവൈഡഡ് ബൈ 3. ഇനി ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഇനി മൂന്നിന്റെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു ഇത് വരും മൈനസ് a3 ബൈ a0 മൈനസ് a3 മൈനസ് 6 ബൈ a0 അത്ര 3 അല്ലേ? 2 വരും ആണോ? ഇക്വേഷൻ നമ്പർ 3. മൂന്ന് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ? രണ്ട് റൂട്ടിന്റെ പ്രോഡക്റ്റ് 1 ആണ്. അപ്പൊ ഗിവൺ ആൽഫ ബീറ്റ എന്താണ് 1 ആണ് തന്നിട്ടുണ്ട്. രണ്ട് പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? ആ രണ്ട് റൂട്ടുകളെ ആൽഫ ബീറ്റ എടുത്തു. ആൽഫ ബീറ്റ 1 ആണ്. ഇനി ഇത് ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു എന്താണ്? 2 ആണ്. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സം ഓഫ് റൂട്ട്സ് അല്ല, പ്രോഡക്റ്റ്
ആദ്യം ബീറ്റ ആരാ നിർത്തിയിട്ടില്ല. ആൽഫ ബീറ്റ ബീറ്റ ഗാമ ഞാൻ ഇങ്ങനെ എടുത്തു. ഇനി അടുത്തൊരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബീറ്റ ഗാമ ടു. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരും. മനസ്സിലായോ? ഏതെടുക്കണമെന്നനുസരിച്ച് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷൻസ് ഒന്നായിരിക്കും. കാരണം നമ്മൾ ആൽഫ ബീറ്റ വേരിയബിൾ ആയിട്ട് എടുക്കണുള്ളൂ. ഇത് ആരാന്ന് പറഞ്ഞിട്ട് എടുക്കില്ല. അപ്പോൾ ഇത് ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇതിൽ ആൽഫ ബീറ്റ 1 ആവുമ്പോൾ ഇവിടെ വരും 1 വരും അല്ലേ? ആണോ? 1 ഇൻറ്റു ഗാമ വരും. ഗാമ ഈക്വൽ ടു 2 കിട്ടും. ആണോ? അല്ലേ? ആൽഫ ബീറ്റ 1 ആണ് തന്നിട്ട് അത് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഗാമ അതൊരു ഈക്വൽ ടു 2 കിട്ടും. ഞാൻ മിക്സ് ചെയ്തേ. ഇനി ഞാൻ ഈ ഗാമ ഈക്വൽ ടു 2 നെ ഞാൻ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? ഇക്വേഷൻ 2 ൽ കൊണ്ടുപോയിട്ട് 1 ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ആൽഫ പ്ലസ് ബീറ്റ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1. അപ്പോൾ അത് കിട്ടി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 2 അല്ലേ? 2 ഈക്വൽ ടു എന്ത് കിട്ടും? 16/3. ആൽഫ പ്ലസ് ബീറ്റ 16/3 മൈനസ് 2 വരും. ഇത് കാണുമ്പോൾ 16 മൈനസ് 6/10/3 അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് क्वेश्चन 2 है अल्फा बीटा प्लस बीटा गामा प्लस गामा अल्फा गामा. अल्फा बीटा 1 ആണെന്ന് അറിയാം. മുക്സിൽ എഴുത്ത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കണില്ല. ആൽഫ ബീറ്റ 1 ഉള്ളൂ, 1 ആണ്. ഗാമ 2 ആണ്, ഗാമ 2 ആണ്. ഇവിടെ പിന്നെ ബീറ്റ ആൽഫ അതേപോലെ ഉണ്ടാവില്ലേ? അപ്പോൾ 1 പ്ലസ് 2 ബീറ്റ പ്ലസ് 2 alpha equal to 23/3. 1 plus 2 into alpha plus beta 23/3. അപ്പോൾ 2 alpha plus beta 23/3 minus 1 വരും. ഇത് കാണുന്നത് വരും 20/3 വരും അല്ലേ? പിന്നെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 20/3/2 അപ്പോൾ 10/3 വരും. അപ്പോൾ ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയത്? അപ്പോൾ ഞാൻ ഇതിന് പിന്നെ കൊണ്ടുപോയിട്ട് ഇതിൽ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അല്ല, വെറുതെ അല്ല. ഈ ഇക്വേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ആളെ കിട്ടണ്ടേ? ഇനി ഇത്രയും കിട്ടി. ഇത് നോക്കാം. ആൽഫ ബീറ്റ 1 എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് പറയാം? ആൽഫ ഈക്വൽ ടു 1/ബീറ്റ എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 10/3 നമുക്ക് കിട്ടും അല്ലേ? ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ആൽഫയുടെ സ്ഥാനത്ത് 1/ബീറ്റ കൊടുക്കുകയാണ്. 1/ബീറ്റ പ്ലസ് ബീറ്റ ഈക്വൽ ടു 10/3 കിട്ടും. ഇനി ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താൽ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറും. അപ്പോൾ ഗാമ 2 ആണ് കിട്ടി. പിന്നെ കിട്ടുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 2 റൂട്ട് കിട്ടും. ഇതെന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ 10/3 അല്ലേ? അപ്പോൾ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 10/3 ബീറ്റ. അപ്പോൾ ബീറ്റ സ്ക്വയർ മൈനസ് 10/3 ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ? ഇതിനെ മൈനസ് ബി കൊണ്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം.
ഒഴിവാക്കിക്കൂടെ? റാഷണൽ ടെൻ ബൈ ത്രീ 3 ബീറ്റാ സ്ക്വയർ മൈനസ് 10 പ്ലസ് 3 അപ്പം ഇഷ്ടം മൈനസ് ബി പ്ലസ് അതിൽ വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തൊരു മതി കിട്ടുന്നുണ്ട്. എക്സ് ബി പ്ലസ് എങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എന്തെങ്കിലും 10 മൈനസ് മൈനസ് ബി. അപ്പോൾ എ ഇവിടെ 1, ബി ഇവിടെ മൈനസ് 10/3, സി 1 അല്ലേ. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും 10/3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10/3 ഹോൾ സ്ക്വയർ മൈനസ് 4 into 10/3 a into c by 2a അല്ലേ. ഇപ്പോൾ 10/3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100/9 minus 4 divided by 100 9 into 4 3 that is why we declare. അപ്പോൾ 10 100 ന് 36 minus 64 ആണ് by 9 അല്ലേ. അപ്പോൾ 10/3 plus or minus 8/3 by 2 അല്ലേ. അപ്പോൾ equal to 10/3 plus 8/3 by 2 or 10/3 minus 8/3 by 2. This is 18/3 by 2. With 2/3 by 2. 6/2 3 le. 1/2 le. 2. 1/1/3. 3 1/3. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് ബീറ്റന്റെ വാല്യൂ കിട്ടിയത് ആണോ അല്ലേ. ബീറ്റ ഒന്നുകിൽ 3 ആവാം അല്ലെങ്കിൽ 1/3 ആവാന്ന് കിട്ടിയത് ആണോ. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ ആരാ 1/beta അല്ലേ. അപ്പൊ ഞാൻ when beta equal to 3 ബീറ്റ 3 ആവുമ്പോൾ ആൽഫ എന്ത് വരും 1/3 വരും അല്ലേ. when beta equal to 1/3 ആവുമ്പോൾ ആൽഫ എന്ത് വരും 3. അപ്പൊ അതിന്റെ അങ്ങോട്ട് മാറല്ലേ അല്ലേ. ആൽഫ ബീറ്റ 3 ആവുമ്പോൾ ആൽഫ 1/3 ആവും, ബീറ്റ 1/3 ആവുമ്പോൾ ആൽഫ 3 ആവും. അപ്പൊ ഏതൊക്കെ റൂട്ട് കിട്ടി? ആൽഫ ബീറ്റ ഗാമ ഏതൊക്കെ കിട്ടി? 3 1/3 പിന്നെ 2 ല്ലേ. ഇത് മൂന്നുമാണ് റൂട്ട് കിട്ടും. ഓക്കെ ക്യൂബിഫിക്കേഷൻ അല്ലേ. 2 ആദ്യം കിട്ടിക്ക സിസ്റ്റം തന്നെ കിട്ടി. പിന്നെ നമ്മൾ ആദ്യം അതിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ ലിസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് അറിയേണ്ട സം ഓഫ് റൂട്ട്സ് 2 എണ്ണം കിട്ടിയ ടൈമിൽ 3 എണ്ണം ഇക്വേഷൻ ഉണ്ടാക്കി. പിന്നെ തന്നിട്ടുള്ള കാര്യം അത് നമ്മൾ ഇവിടെ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ഗാമ കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്തു 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ വാല്യൂ 10/3 കിട്ടി. അതും ഇതും കൂടെ കൊണ്ടിട്ട് ഇവിടെ അല്ല ഇത് മാത്രം അല്ലേ. ഗാമ 2 ആണെന്നും ആൽഫ ബീറ്റ 1 ആണെന്നും നമ്മൾ 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 10/3 കിട്ടും ആൽഫ പ്ലസ് ബീറ്റ. പിന്നെ നമ്മൾ ആൽഫ ബീറ്റ 1 ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആൽഫ ഈക്വൽ ടു 1/beta എന്ന് കിട്ടും. അത് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇതിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന് ക്വാഡ്രാറ്റിക് കിട്ടും. ക്വാഡ്രാറ്റിക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് 2 റൂട്ട് കാണാൻ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും 2 വാല്യൂസ് ബീറ്റ കിട്ടും. അപ്പോൾ ബീറ്റ 3 ആവുമ്പോൾ നമുക്ക് ആൽഫ എന്ത് കിട്ടും നോക്കുക. ബീറ്റ 1/3 ആവുമ്പോൾ ഇതെന്ത് കിട്ടും നോക്കുക. 3 റൂട്ട് നമുക്ക് ബീറ്റയുടെ വാല്യൂ കിട്ടി 3 1/3. അപ്പോൾ ആൽഫ എന്തൊക്കെയാണ് 1/3. അപ്പോൾ ബീറ്റ 3 ആവുമ്പോൾ ആൽഫ 1/3.
അപ്പോൾ ആ വാല്യൂസിന് മാറി മാറി കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊന്നും മാറി വരില്ല. ഇത് വേറെ വാല്യൂ ആയിട്ട് കയറി വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ കോമ്പറ്റീഷൻ എന്തൊക്കെ സാധ്യത equation two x raised to 4 minus 8x cubed plus 6x square minus 3 equal to 0. Okay. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് 4 ഡിഗ്രി ആണ്. ഇതിന്റെ റൂട്ട്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷന്റെ a0 എന്താണ് എഴുതുക, a1 എന്ത് എഴുതുക, a2 എന്ത് എഴുതുക, a3 a1 a0 2, a1 -8, a2 6. ഒരാൾ കുറവുണ്ടല്ലേ, എക്സിന് അങ്ങനെയുള്ള എഴുതണുണ്ടോ, എനിക്ക് വാല്യൂ മൊത്തം -3 അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു, 4 റൂട്ട് α1, α2, α3, α4 ആണ്. ആ 4 റൂട്ട് കിട്ടും. ഫീദർ റൂട്ട്സ് 4 റൂട്ട് കിട്ടും. ഇനി നോക്കുക, 4 റൂട്ടിന്റെ സമ്മ് α1 പ്ലസ് α2 പ്ലസ് α3 പ്ലസ് α4 എന്താ -7/8 അല്ലേ. നമ്മൾ രണ്ടെണ്ണം വീതമുള്ള സമ്മ് α1 α2 α1 α3 α1 α4 α2 α3 α2 α4 α3 α4 അത്രയും ആൾക്കാർ അല്ലേ. അതെന്താ a2/a0 അല്ലേ. a2 വരാം -6 അല്ലേ, 6/3. ഇനി നമുക്ക് കാണേണ്ടത് ആരാ, α1² പ്ലസ് α2
alpha 1 plus അതിന്റെ ആൻസർ 3 ആണ് അല്ലേ ആൻസർ 3 ആണ് ഇതിന്റെ ആൻസർ അല്ല അപ്പുറത്തുള്ള ഇതിന്റെ ആൻസർ 2 into ഇതെന്താണ് സം ഓഫ് ആൽഫ ആൽഫ 2 ആണ് അല്ലേ പിന്നെ ഇതിന്റെ വാല്യൂ നമുക്ക് ഇതെന്താണ് 4 ആണ് 4 സ്ക്വയർ അല്ലേ ഇതിനെ പറയാം എന്താണ് ആൽഫ 1 സ്ക്വയർ പ്ലസ് ആൽഫ 2 സ്ക്വയർ പ്ലസ് അല്ല ഇതിനോട് നിർത്തുക ഇതിനോട് ഞാനേ minus 2 into alpha 1 alpha 2 ഇതിൽ ഒരുപാട് ഇതിൽ പകരം ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്യട്ടെ alpha 1 square plus alpha 2 square plus alpha 3 square plus alpha 4 square plus 2 into summation alpha 1 alpha 2 എന്ന് പറയും അപ്പോൾ എനിക്ക് ഇതിന് മാത്രം ഇവിടെ ചെയ്യാൻ പറയും is equal to alpha 1 square plus alpha 2 square plus alpha 3 square plus alpha 4 square ഇത് എന്താ പറയാ alpha 1 alpha 2 alpha 3 alpha 4 എന്താണെന്ന് അറിയാം 4 ആണെന്ന് അറിയാം അപ്പോൾ 4 square minus 2 into summation alpha 1 alpha 2 ആണ് 3 ആണ് equal to വേണ്ടിയാണ് alpha 1 square plus alpha 2 square plus alpha 3 square plus alpha 4 square 16 minus 6 equal to alpha 1 square plus alpha 2 square plus alpha 3 square plus alpha 4 square 10 equal to ഈ വാല്യൂ ഇനി ഇല്ലേ ഇതാണ് എസ്എൽസി അല്ല അതിന് വേണ്ടി വന്നത് ഇന്റഗ്രൽ അതായത് ഇങ്ങനെയുള്ള പാട്ടെന്ന് പറഞ്ഞേ ഇന്റഗ്രലിന്റെ ഇന്റഗ്രലിലോട്ട് കാണാം ഇന്റഗ്രലിലോട്ട് ഇന്ന് എടുക്കുമ്പോൾ ഒരു ഓർഡറിൽ കിട്ടിയാലല്ലേ ഏതാമതൊരു കാര്യം ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് തന്നെ തുടങ്ങും ഈ ഒരു സെക്ഷൻ ഈ ഒരു നോട്ട് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ല